ഫ്രണ്ട്സ്, വെൽക്കം ടു MS സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം ജുനുസാറാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്ററായ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ഒക്കെ സ്കൂളുകളിൽ കഴിഞ്ഞിട്ട് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് എക്സാമുകളൊക്കെ നടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഒന്നാം ചാപ്റ്ററിൽ എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു പോകേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ്, ഇത് പഠിക്കാതെ എക്സാം ഹാളിലേക്ക് കയറരുത്, അത്രയുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ സാറ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കിക്കോ, ഓരോ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യം എൻ്റെ മക്കൾ ഈ ഒരു ചിത്രം നോക്കി വെക്കാതെ എക്സാം ഹാളിലേക്ക് കയറരുത്. ഇത് ഏതിൻ്റെ ചിത്രമാടാ? ഇത് ന്യൂക്ലിയോടൈഡിൻ്റെ ചിത്രം. അതാണ് വാട്ട് ഡസ് ദ ഇലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ചിത്രീകരണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് എന്തിനെയാണ് ചിത്രമാടാ? നമ്മുടെ ന്യൂക്ലിയോടൈഡിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഈ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്യാം. ഇത് ഏതാണ്? പഞ്ചസാരയാണ്, ഷുഗറാണ്. ഈ എക്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഫോസ്ഫേറ്റ് ആണ്. ഈ സെഡ് എന്ന് പറഞ്ഞത് എന്താണ്? നൈട്രജൻ ബേസ് ആണ്. ഇത് എൻ്റെ മക്കൾ നോക്കി വെക്കുക. അതിൽ ആദ്യ ചോദ്യം, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മോളിക്യൂൾ ലേബൽഡ് എക്സ്? എക്സ് എന്ന തന്മാത്രയുടെ ധർമ്മം. ഈ ഫോസ്ഫേറ്റ് എല്ലാ പേപ്പറിലും ചോദിക്കുന്നതാണ്. എന്തിനാണ് ഈ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ ഫോസ്ഫേറ്റ് ആണ്? എന്തിനാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗദർ. അതായത് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗദർ. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആരാടാ? നമ്മുടെ ന്യൂക്ലിയോടൈഡ് ആണ്. ഇനി ലാസ്റ്റ് നോക്കടാ, വൈയും സെഡും എന്നിവ ഘടകങ്ങൾ തിരിച്ചറിയുക. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ, പഞ്ചസാരയാണ്. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, DNA-യിലും RNA ഇവ എങ്ങനെ വൈ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വൈ എന്ന് പറഞ്ഞാൽ ഷുഗർ, പഞ്ചസാരയാണ്. DNA-യിലുള്ള ഷുഗർ, DNA-യിലുള്ള പഞ്ചസാര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പറയണം ഡിയോക്സി റൈബോ ഷുഗർ, ഡിയോക്സി റൈബോ പഞ്ചസാര. ഇനി RNA-യിലാണെങ്കിലോ റൈബോസ് ഷുഗർ, റൈബോസ് പഞ്ചസാര. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? DNA-യിലാണെങ്കിൽ എന്താണ്? ഡിയോക്സി റൈബോ പഞ്ചസാര, ഡിയോക്സി റൈബോ ഷുഗർ. RNA-യിലാണെങ്കിലോ റൈബോ ഷുഗർ, റൈബോ പഞ്ചസാര. ഇതെൻ്റെ മക്കൾ നോക്കിയിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടാവും. ഒന്നുകിൽ ഇനി നൈട്രജൻ ബേസിൻ്റെ ഭാഗത്ത് തന്നാവാം. അഡിനീൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡീൻ ആരായിട്ടാണ്? തൈമിൻ. ഗ്വാനിൻ ആരായിട്ടാണ്? സൈറ്റോസിൻ. അതൊക്കെ നമുക്കറിയാലോ, അത് നോക്കി വെക്കണം. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം നോക്കിക്കോ, ഈ ഒരു ഭാഗം സൊമാറ്റിക് ക്രോമസോം, അതായത് സ്വരൂപ ക്രോമസോമിൻ്റെ ഭാഗത്തുനിന്നൊരു ചോദ്യം. ഇവിടെ നോക്കി, ഞാനൊരു ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് എക്സ്, ഇത് വൈ എന്ന് തന്നു. അതിലാദ്യത്തെ, വിച്ച് ഇലുസ്ട്രേഷൻ റെപ്രസെന്റ് സെക്സ് ക്രോമസോം ഇൻ മെയിൽ? പുരുഷന്മാരിലെ ലിംഗനിർണ്ണയ ക്രോമസോമുകളെ സൂചിപ്പിക്കുന്ന ചിത്രീകരണം ഇതിലേത്? ഇവിടെ എക്സ് എ എന്ന് തന്നു, ബി എന്ന് തന്നു. ഇതിൽ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയാം, പുരുഷന്മാരെ ലിംഗനിർണ്ണയ ക്രോമസോം, സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുതാണെങ്കിൽ എക്സ് വൈയും, പെണ്ണുങ്ങളിലാണെങ്കിൽ എക്സ് എക്സോ. അതായത് ഇത് രണ്ടും സെയിമാ. അതിനർത്ഥം രണ്ടിൻ്റെ വലുപ്പവും സെയിം ആയിരിക്കും. എന്നാൽ പുരുഷന്മാരുടെ ഒന്ന് എക്സ് ഒന്ന് വൈ. നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്, എക്സ് ക്രോമസോം ആയിരിക്കും വൈ ക്രോമസോമിനേക്കാൾ വലുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഒന്ന് വലുതും ഒന്ന് ചെറുതും കാണുന്നു, ഒന്ന് സെയിം വലുപ്പവും കാണുന്നുണ്ട്. അപ്പോൾ ഇത് പെണ്ണിൻ്റെതാണ്, ഇത് ആണിൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതാണടാ ഇതിൽ സൂചിപ്പിക്കണത്? ഇലുസ്ട്രേഷൻ 1, ചിത്രീകരണം 1 ആണിൻ്റെത് എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ SRY പ്രസന്റ് ഓൺ വൈ ക്രോമസോം? അതായത് വൈ ക്രോമസോമിലെ SRY ജീൻ, ആണുങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീൻ്റെ പേരാണ് SRY ജീൻ. കാരണം വൈ ക്രോമസോം ആരിൽ മാത്രമേ കാണുള്ളൂ? ആണുങ്ങളിൽ മാത്രമേ ഉണ്ടാവും. കാരണം ആണിൻ്റെ നോക്കട എക്സ് വൈ അല്ലേ, പെണ്ണിൻ്റെ ആകെ എക്സ് എക്സൽ ഉള്ളൂ. അപ്പോൾ വൈ ക്രോമസോമിൽ മാത്രം കാണപ്പെടുന്ന ജീനിൻ്റെ പേരാണ് SRY ജീൻ. ഈ SRY ജീൻ്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദി എംബ്രിയോ. ഭ്രൂണാവസ്ഥയിൽ വൃഷണങ്ങളുടെ വികാസത്തിന് സഹായിക്കുന്നു. ഈ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദി എംബ്രിയോ. എംബ്രിയോ സ്റ്റേജ്, ഭ്രൂണാവസ്ഥ. എന്താ ഭ്രൂണാവസ്ഥ എന്ന് പറഞ്ഞാൽ? എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ ഗർഭാശയത്തിൽ പറ്റിപ്പിടിക്കുന്ന, യൂട്രസിൽ പറ്റിപ്പിടിക്കുന്ന രൂപത്തെ വിളിക്കുന്ന പേരാണ് എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥ. അത് ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരാണിൻ്റെ പെനിസ്, ലിംഗം, ആണിൻ്റെ ലിംഗം ഉണ്ടല്ലോ, സെക്സ് ഓർഗൻ, ആ ലിംഗത്തിന് താഴെ കാണപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടെസ്റ്റിസ്, വൃഷണം. അതിൻ്റെ വികാസത്തിന് സഹായിക്കുന്നു. അതായത് എംബ്രിയോ സ്റ്റേജിൽ ഏതിൻ്റെ വികാസം? ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റ് വികാസത്തിന് സഹായിക്കുന്നു. ഭ്രൂണാവസ്ഥയിൽ വൃഷണങ്ങളുടെ വികാസത്തിന് സഹായിക്കുന്നു. ഇത് നോക്കി വെക്കണം. ഇന്ന് അടുത്ത ചോദ്യം പിടിച്ചോ. ഇതാണ് ക്രോസിങ്. മെൻ്റലിൻ്റെ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക തന്നെ ഇല്ല. ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്. അതാ ഇവിടെ റെഡ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ തന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞിട്ട് ആദ്യം ഫീനോടൈപ്പ്, ജീനോടൈപ്പ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എഴുതി നോക്കുക. ഇതാ ആദ്യത്തത് റെഡ് ഫ്ലവർ, ചുവന്ന പൂവിന് ക്യാപിറ്റൽ ആർ തന്നു. വൈറ്റ് ഫ്ലവർ,
വൈറ്റ് ഫ്ലവറിന് സ്മോളാർ തന്നു. അപ്പോൾ അതിൻ്റെ ഗാമേറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു. ഇതിൻ്റെ ക്യാപിറ്റൽ ആറും ഇതിൻ്റെ സ്മോൾ ആറും ഇത് രണ്ടും കൂട്ടി എഴുതുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അതാണ് F1. ഇതാണ് F1. ഇതൊക്കെ ഒരു തന്നിട്ടുണ്ട്. F1 ഇതാണ്. ആദ്യ ചോദ്യം ഇതിൻ്റെ ജീനോ ടൈപ്പ് ഫീനോ ടൈപ്പ് ഒന്നും നോക്കണ്ട. ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ കിട്ടിയേ ആ ആൻസർ അതേപോലെ എഴുതുന്നതിന് പറഞ്ഞ പേരല്ലേ ജീനോ ടൈപ്പ്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണോ ക്യാപിറ്റൽ അതിൻ്റെ സ്വഭാവം എഴുതണ്ടേ. ഇവിടെ ഈ ക്യാപിറ്റൽ ആർ അല്ലേ, അപ്പോൾ ക്യാപിറ്റൽ ആറിൻ്റെ സ്വഭാവം റെഡ് അല്ലേ, അപ്പോൾ അത് എഴുതിയത് റെഡ് ഫ്ലവർ, ചുവന്ന പൂവ്. അത് എഴുതി, ഒരു മാർക്കായി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കി. ഇലുസ്ട്രേഷൻ ക്രോസ് ബിറ്റ്വീൻ ദ F1 പ്ലാൻ ആൻഡ് പാരന്റ് പ്ലാൻ ദാറ്റ് പ്രൊഡ്യൂസ് വൈറ്റ് ഫ്ലവർ. അതായത് ഈ ചോദ്യം നോക്കി, ഈ F1 പ്ലാന്റും ഇവിടെ F1 കിട്ടിയതും ഇവിടെ കിട്ടിയ F1ഉം ഇവരുടെ പാരന്റ് പ്ലാന്റായ വൈറ്റ് ഫ്ലവർ ചുവന്ന പൂവും തമ്മിലുള്ള ക്രോസിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലാവണം. ഇവിടെ കിട്ടിയത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അതാണ് F1. ക്രോസ് ആരുമായിട്ടാ? പാരന്റ് പ്ലാന്റായ വൈറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്മോൾ ആർ ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് ഇതിൻ്റെ ഗാമേറ്റ്സ് കാണുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, രണ്ടും സെയിം ആണെങ്കിൽ ഒന്ന് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഗാമേറ്റ്സ് എഴുതുന്ന സമയത്ത് നിന്ന് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. എന്നാൽ ഈ ഗാമേറ്റ്സ് ഇവിടെ ഗാമേറ്റ്സ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഗാമേറ്റ്സ് എഴുതുമ്പോൾ രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് ഒന്നിലെ ക്യാപിറ്റൽ ആർ കൊടുത്തു, മറ്റേതിന് എന്ത് കൊടുത്തു? സ്മോൾ ആർ കൊടുത്തു. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിനെ ഇതായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇതിനെ ഇതായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ സ്മോൾ ആർ. അതായത് ചുവന്ന പൂവായിരിക്കും, റെഡ് ഫ്ലവർ ആണ് ഇത്. ഇത് ഏതേ കാരം വൈറ്റ് ഫ്ലവർ ആയിരിക്കും, വെളുത്ത പൂവായിരിക്കും. ഈ ക്രോസിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ചോദ്യം നോക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം ഗാമേറ്റ്സ് എഴുതുമ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ ഒന്ന് ഇതൊന്ന് എടുത്ത് എഴുതിയാൽ മതി. രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് ഇതിനെ സെപ്പറേറ്റ് എടുത്തു, ഇതിനെ ഒന്നും എടുത്തു. എന്നിട്ട് ഇതിനെ ഇതായിട്ട് ക്രോസ് ചെയ്തു, ഇനി രണ്ടാമത്തേനെ ഇതുമായിട്ട് ക്രോസ് ചെയ്തു. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇത് നോക്കി വെക്കണം. നല്ല ചോദ്യമാണ്. ഒരു സമയത്ത് കുട്ടികളെ ഏറ്റവും കൺഫ്യൂഷൻ ആക്കിയ ചോദ്യം. എന്നാൽ അടുത്ത ക്രോസിംഗ് നോക്കിക്കോ. മെൻഡലിൻ്റെ ഹൈബ്രിഡൈസേഷനിൽ 4 o'clock പ്ലാന്റ് 4 മണി ചെടിയിലുണ്ടായ ഇതാണ് പറഞ്ഞു. റെഡ് ഫ്ലവർ വൈറ്റ് ഫ്ലവർ. എന്നിട്ട് അയാൾക്ക് എന്ത് കിട്ടി? പിങ്ക് ഫ്ലവർ കിട്ടിയെന്ന് അയാൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അപ്പിയറൻസ് ഓഫ് പിങ്ക് ഫ്ലവർ? ഇവിടെ F1ന് പിങ്ക് പൂവ് കിട്ടാൻ കാരണം എന്താ? അതാണ് എന്ത്? നമ്മുടെ ഫസ്റ്റത്തെ നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസിലെ ഒന്നാമത്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് പഠിച്ചു പോയിക്കോ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പേജ് നമ്പർ 28. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആ 28 പേജ് നോക്കി പോകണം. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിന് എന്താ? പ്രകട ഗുണത്തിൻ്റെ അലീലിനെ ഗുപ്ത ഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായും മറക്കാൻ സാധിച്ചില്ല. ഡൊമിനൻ്റ് അലീലിന് കനോട്ട് ഫുള്ളി ഹൈഡ് ദ ട്രൈറ്റ്സ് ഓഫ് റെസസീവ് അലീൽ. അത് എൻ്റെ മക്കൾ എന്തായിരിക്കണം? നോക്കിയിരിക്കണം. അടുത്തതാ, ഡ്രോ ദ ഇലുസ്ട്രേഷൻ ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് F2 ജനറേഷൻ ആൻഡ് ഫൈൻഡ് ദ ഫീനോടൈപ്പ്. അതായത് ഇതിൻ്റെ F2 എഴുതാൻ. അപ്പോൾ ഇവിടെ കിട്ടിയത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ അതിൻ്റെ F2 എഴുതുന്ന സമയത്ത് ഇങ്ങനെയല്ലേ എഴുതടാ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അങ്ങനെയല്ലേ നമ്മൾ എഴുതുക. F2 എഴുതുമ്പോൾ ഇതിന് സെൽഫ് പോളിനേഷൻ നടത്തില്ലേ? അങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഗാമേറ്റ്സ് ഇതിൻ്റെ ക്യാപിറ്റൽ ആറും ഇതിൻ്റെ സ്മോൾ ആറും ഇതിൻ്റെ ക്യാപിറ്റൽ ആറും ഇതിൻ്റെ സ്മോൾ ആറും അല്ലേ? അപ്പോൾ ഇതിനെ ഇതായിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ ആർ ഇനി ഇതിനെ ഇതായിട്ട് ചെയ്യുക, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിനെ ഇതായിട്ട് ചെയ്യുക, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിനെ ഇതായിട്ട് ചെയ്യുക, സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അതേതാണ്? ക്യാപിറ്റൽ ആർ റെഡ് ഫ്ലവറാണ്, ചുവന്ന പൂവ്. ഇതേതാണ്? ഇത് റെഡ് ഫ്ലവർ. ശ്രദ്ധിക്കണം. ഇത് റെഡ് ഫ്ലവർ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് പിങ്ക് ഫ്ലവറാണ്. ഇതേതാണ്? പിങ്ക്. ഇതും പിങ്ക്. ഇനി സ്മോൾ ആർ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ തന്നത്? വൈറ്റ്. അപ്പോൾ ഇതേതാ? ഇതൊക്കെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ, ശ്രദ്ധിക്കണേ. വൈറ്റ് ഫ്ലവർ. അപ്പോൾ ഇത് നോക്കുക, റെഡ് ഉണ്ട്. അപ്പോൾ 1, ഇത് 2,
1. അപ്പോൾ അവിടുത്തെ റേഷ്യോ എത്ര? 1:2:1. അടിപൊളി ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യണത്. ഇതൊക്കെ നോക്കി വെക്കുക. ഓരോ ചോദ്യങ്ങളും എങ്ങനെ വന്നു ഇത് ഡിസ്കസ്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഈ വീഡിയോ എൻ്റെ മക്കൾ റിപ്പീറ്റായി കേട്ട് കഴിഞ്ഞാൽ ഒരു പേടി മേടിക്കണ്ട. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചിട്ടോ ഇതാ ഈ ഒരു ഭാഗവുമായിട്ട് പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ സ്റ്റെപ്സും സ്റ്റേജസും ഒക്കെ പഠിക്കണം. ഇവിടെ സ്റ്റേജ് 1 എന്ന് തന്നു, ഇവിടെ സ്റ്റേജ് 2 എന്ന് തന്നു. ഇതാ സ്റ്റേജ് 1 സ്റ്റേജ് 2. ഘട്ടം 1 എന്നിവ സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഇത് 1ഉം 2ഉം എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ, ഇതാണ് എന്ത്? ട്രാൻസ്ലേഷൻ. നമുക്കറിയാം ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ, മറ്റേതാണ് ട്രാൻസ്ലേഷൻ. അടുത്തത് ഘട്ടം 1 ഉൽപ്പാദിപ്പിക്കുന്ന പി എന്ന തന്മാത്രയുടെ പേരും ധർമ്മവും ഇതാ. ഇവിടെ ഉണ്ടാക്കുക, ഇവിടെ ഒരു പി എന്ന് പറഞ്ഞ സാധനം തന്നു. ഈ ബി എന്ന് പറഞ്ഞ സാധനം ഏതാണ്? ഇതാണ് mRNA അല്ലേ? ഈ mRNA എന്നിവ തന്മാത്രയുടെ പേരും ധർമ്മവും. mRNA എന്തിനാണ് ചോദിച്ചു. ഇതാ ഈ ബി എന്തിനാണ്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mRNA ഫുൾ ഫോം എന്താ? മെസ്സഞ്ചർ RNA. എന്താണ്? DNA നിന്നും പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം എത്തിക്കുക, റൈബോസോമിൽ എത്തിക്കുക അല്ലേ? കണ്ടെയ്ൻ മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. mRNA എന്തുണ്ട്? മെസ്സേജ്, പ്രോട്ടീൻ സിന്തസിന് ആവശ്യമായ മെസ്സേജ് ഉണ്ടല്ലോ. ഇനി അടുത്തത് എ എന്ന പദാർത്ഥ നിർമ്മാണത്തിന് tRNA പങ്ക് വിശദീകരിക്കുക. ഇതാ ഇവിടെ എന്ന് തന്നിട്ടുണ്ട്, പ്രോട്ടീന് അല്ലേ? ഈ അമിനോ ആസിഡുകളെയാണ് എന്ത് എന്ന് തന്നിട്ടുള്ളത്. ഈ ANAയിൽ tRNA റോൾ എന്താണ്? അതായത് അമിനോ ആസിഡുകളും tRNA തമ്മിലുള്ള ബന്ധം എന്താ? നമുക്കറിയാലോ. tRNA ആണ് ആര് കൊണ്ടുവരിക? നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും tRNA, ട്രാൻസ്ഫർ RNA, ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ട്രാൻസ്ഫർ RNA ആണല്ലോ ആര് കൊണ്ടുവരിക? tRNA ആണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമിനോ ആസിഡുകൾക്ക് എത്തിക്കുക, റൈബോസോമിൽ എത്തിക്കുക. അപ്പോൾ എന്താണ് ക്യാരി ഫംഗ്ഷൻ? എന്താ? ക്യാരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്, അല്ലെങ്കിൽ ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? tRNA. ഇതോടുകൂടെ നമ്മൾ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നേക്ക് ഞാൻ വിട പറയുന്നു. ഇറ്റ്സ് മീ ജുനു ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ.